കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത അപ്പു നന്നായി പാടുമല്ലോ. പാടാത്ത വീണയും പാടും. ശ്രദ്ധിച്ച് തേക്കണേ അപ്പു. ഈ വീക്ക് മുഴുവൻ എനിക്ക് ഒരുപാട് ഫംഗ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനുള്ളതാ. ചന്ദ്രേട്ടന്റെ ഡ്രസ്സൊക്കെ വെറുതെ ഒന്ന് മിനിക്ക് വെച്ചാ മതി. ഇത് മുഴുവൻ ഈ വീട്ടിലെ തുണികൾ തന്നെയാണോ ചേച്ചി? അതെന്താ അപ്പു അങ്ങനെ ചോദിച്ചത്? അല്ല, കൂടുതൽ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അയലോക്കത്തുകാരുടെ തുണി കൂടെ ഉണ്ടാവൂന്ന്. ഒന്നങ്ങോട്ട് തന്നാലുണ്ടല്ലോ. അപ്പുനറിയാവോ, എനിക്ക് 120 സാരീസ് ഉണ്ട്. ബിജുമോന് 30 സെറ്റ്സ്. ചന്ദ്രേട്ടന് മാത്രമേ ഉള്ളൂ ഇവിടെ തുണി കുറവ്. ചന്ദ്രേട്ടന് പിന്നെ സൊസൈറ്റിയിൽ മൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കളിയാക്കല്ലേ അപ്പു. ഹലോ, യെസ്, സുലോചന മേനോൻ സ്പീക്കിംഗ്. മിസ്സിസ് തമ്പേരാണല്ലേ? എന്താ ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. നാളെയോ? ഏത് പടം? എവിടെ? ആ, ഞാൻ വരാൻ നോക്കാം കേട്ടോ. ഓക്കെ, ശരി ശരി, ഓക്കെ. ഏത് പടാ? പ്രേമപ്രതിജ്ഞ. പ്രിവീഷോ അല്ലേ? എന്താ, പോണോ? ചേച്ചി പോണില്ലേ? ഞാൻ എങ്ങനെ പോകാനാ? എനിക്ക് നാളെ ഒരുപാട് എൻഗേജ്മെന്റ്സ് ഒക്കെ ഉണ്ട്. എന്നാ ഞാൻ പോകട്ടെ ചേച്ചി. പോയിക്കോളൂ, അതിനെന്താ? എന്റെ ഇവിടെ വേണ്ടപ്പെട്ട 3-4 ഫ്രണ്ട്സും ഉണ്ടാവും. അതൊന്നും ഒരു പ്രശ്നമല്ല. എന്നെ കേട്ടുവോ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, എന്റെ പേരങ്ങ് പറഞ്ഞേച്ചാ മതി. എന്നാലും ചേച്ചി ഒന്ന് വിളിച്ചു പറഞ്ഞ ഒന്ന്. കുട്ടിക്ക് പടം കാണുകയല്ലേ വേണ്ടു. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരുപാട് നാളായി ഒരു നല്ല മലയാള പടം കണ്ടിട്ട്. എത്ര മണിക്ക്? 7 മണിക്കോ? ആരാ ഡയറക്ടർ? ഡയറക്ടർ എന്റെ ഒരു ഫ്രണ്ടാ. പ്രൊഡ്യൂസർ എന്റെ ഫ്രണ്ടാ. വേണ്ട, ഞാൻ കാറായിട്ട് വരാം. ഒന്നും സാരമില്ല, എത്ര പേര് വേണേ ആവാം. അപ്പൊ 7 മണിക്ക്. ഓക്കെ. വെച്ചുക്കോ. சரிங்க. വന്ന. നമസ്കാരം ചേട്ടാ. നമസ്കാരം. കരുവാ. ആരാത്? എനിക്കറിയില്ല. നിങ്ങൾക്കറിയോ? ഇല്ല. ആരെ ഇവരൊക്കെ വിളിച്ചത്? ഒന്ന് പോയി വിളിച്ചോണ്ട് വന്നേ. ഓ, ആഴ്ചയിൽ ഇതുപോലെ 3-4 പടങ്ങളെങ്കിലും ഉണ്ടാവും. വിളിച്ചാ ഒഴിവ് വേണ്ടേ? ഇന്നിപ്പോ നിങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് വന്നതാ. സാർ, ഒന്ന് പുറത്തേക്ക് വരും. വരുന്നു. ഡയറക്ടറാവും, കണ്ടിട്ട് കുറച്ച് ദിവസമായി. ജസ്റ്റ് എ മിനിറ്റ്. ആരാ വിളിച്ചത്? മനസ്സിലായില്ല. എന്നെയോ? പിടിയിട്ടില്ല? ഇല്ല. ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. മനസ്സിലായില്ല? പടം കഴിയട്ടെ, എന്നിട്ട് പറയാം. പടം കഴിഞ്ഞിട്ട് പറഞ്ഞോണ്ട് കാര്യമില്ല. കുറച്ച് സീറ്റേ ഉള്ളൂ. ഇൻവൈറ്റ് ചെയ്യാത്തവർക്ക് സ്ഥലമില്ല. ഞാനും ഇൻവൈറ്റ് ചെയ്തിട്ട് തന്നെയാ വന്നിട്ടുള്ളത്. ആര് ഇൻവൈറ്റ് ചെയ്യുന്ന ചോദിച്ചേ? മിസ്സിസ് സുലോചന മേനോൻ. ആരായി മിസ്റ്റർ സുലോചന മേനോൻ? മിസ്റ്റർ ചന്ദ്രൻ മേനോന്റെ ഭാര്യ. ആരായി ചന്ദ്രൻ മേനോൻ? നിങ്ങളൊരുമാതിരി പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്നവർ ചോദിച്ചാൽ ഞാനെന്താ പറയാ? അതാ ഞാൻ ചോദിച്ചു. താനാണെന്ന് ഒന്ന് പതുക്കെ പറ. താനാ സ്ത്രീകളെ വിളിച്ച് പുറത്തു പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പിടിച്ച് പുറത്താക്കും. അയ്യോ ചേട്ടാ, ചതിക്കരുത്. ഒന്നുമില്ലേ, നമ്മളൊക്കെ മലയാളികളല്ലേ. ആ മിസ്സിസ് മേനോൻ പറഞ്ഞു ഫ്രണ്ട്സിനെയും കൂട്ടി പ്രിവ്യൂവിന് വന്നോളാൻ. അവരെ പുറത്തിറക്കി വിട്ടാൽ ഞാൻ ഇവിടെ കെട്ടുതൂക്കി ചാണ്ടി വരും. ഒന്നും പറയണ്ട. ആദ്യം ചോദിച്ചോ താൻ വിചാരിച്ചെന്നെ പറ്റിക്കാമെന്നല്ലേ? തന്നെക്കാ വലിയ കള്ളന്മാരാ ഞാൻ ഈ സിനിമയെ മെച്ചു കിടക്കുന്ന അറിയോ? ചേട്ടാ, ഞാൻ എന്ത് വേണം ചെയ്യാൻ, ദയവ് ചെയ്ത് അവമാനിക്കരുത്. എടോ, 23 വർഷമായി ഞാൻ സിനിമയിൽ വന്നിട്ട് തന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി താൻ ഒരു ചുറ്റിക്കളിക്കാരനാണെന്ന്. അയ്യോ എന്റെ ചേട്ടാ, ഒരു ചുറ്റിക്കളിയില്ല. എനിക്ക് സീറ്റ് വേണ്ട. ഞാൻ വേണം നിന്ന് കണ്ടോളാം. പക്ഷെ അവരെ പുറത്താക്കരുത്. ശരി, ആ മൂലയിലെങ്ങാനും പോയി ശല്യം ഉണ്ടാകാതെ കാണും. ആരെങ്കിലും വരുമ്പോ ഞാൻ എഴുന്നേറ്റോളാം. അതുവരെ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്.
Good morning. Morning. Take a seat. Thank you. Your papers? Yes. Any previous experience? Yes. I was a lecturer in a college, in a parallel college. I mean, tutorial college. But I don't want to spoil my life in a classroom. That is why I just What's your subject? economics. Economics. According to Professor Leonard Robbins, economics is a science which teaches human behavior as a relationship between ends and scarce means, which have alternative. അയ്യോ, ഇന്നെന്താ ഇത്ര നേരത്തെ? ഊണ് കഴിച്ചോ? ഇല്ല. ഇനിയിപ്പോ ഇവിടെ ചോറൊന്നും ഇരിപ്പില്ലല്ലോ. അപ്പു, ഈ കുപ്പിയിലൊക്കെ ഒന്ന് വെള്ളം നിറച്ച് വെച്ചേക്ക്. അപ്പൊ ഒരു കാര്യം ചെയ്, പുറത്തു പോയി വല്ലതും കഴിക്ക്. വരുന്ന വഴിക്ക് ആ റേഷൻ കൂടെ ഒന്ന് വാങ്ങിച്ചു. ഇന്ന് ലാസ്റ്റ് ഡേയാ. അപ്പു, 3-4 തവണയായി ഒരു സ്ത്രീ ഫോൺ ചെയ്യുന്നു. ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിലെ സൂപ്പർവൈസർ അപ്പുനായരുണ്ടോ, അഡ്വൈസർ അപ്പുനായരുണ്ടോ, മറ്റേ അപ്പുനായരുണ്ടോ, മറിച്ചേ അപ്പുനായരുണ്ടോ? ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു നായരുമില്ല, ഒരു ഓഫീസറും ഇല്ല. ഞങ്ങളുടെ സഹായത്തിനായിട്ട് നിൽക്കുന്ന അപ്പു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടെന്ന് പറഞ്ഞു. അവള് തന്നെ ആയിരിക്കും, ചെന്നെടുക്ക്. എടുക്കൂട്ടി, എടുക്കണോ? ഹലോ. അവള് തന്നെയല്ലേ? 1 സെക്കൻഡ്. ഇത് വേറൊരു അപ്പുനാരുടെ കാര്യമാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. ചേച്ചി റേഷൻ കാർഡ് സഞ്ചി എടുത്തു. സഞ്ചി റേഷൻ കാർഡും. ഹലോ. ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് അഡ്രസ് കിട്ടി. ഇന്ന് തന്നെ എനിക്ക് നേരിട്ട് കാണണം. അല്ല, വരാൻ വിഷമമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ശരി, വൈകുന്നേരം 5 മണിക്ക് ഞാൻ സെൻട്രൽ പാർക്ക് കാത്തു നിൽക്കും. വന്നില്ലെങ്കിൽ ഞാൻ തീർച്ചയായും അങ്ങോട്ട് വരും. ഓക്കെ? എന്താ അവിടെ ഒരു ശബ്ദം? നിങ്ങളുടെ ജാമലും പറഞ്ഞ എന്താ എന്താ? ഒന്നുമില്ല. അമ്മണിക്കുട്ടിക്ക് അറിയോ, 2-3 വർഷമായി ഞാൻ ഈ മദ്രാസിൽ വന്നിട്ട് ആഴ്ചയിൽ 3-4 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ എന്താ കാര്യം? ജോലിയില്ലാത്തവരെ അടുപ്പിക്കാൻ പോലും ആളുകൾക്ക് പേടിയാണ്. ഇല്ലാന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടാക്കി തരുമോ? പിന്നെ എല്ലാരോടും ഉണ്ട് ഉണ്ട് എന്ന് പറയാൻ തുടങ്ങി. അക്കൂട്ടത്തിൽ അമ്മണിക്കുട്ടിയോടും. ഞാനും അപ്പവും തമ്മിൽ വളരെ കുറച്ചു കാലത്തെ അടുപ്പമേ ഉള്ളൂ. പക്ഷേ അപ്പുവിനോട് എന്തോ ഒരു പ്രത്യേകത തോന്നി. സത്യത്തിൽ അപ്പുവിനെ ഇന്ന് ഓഫീസിൽ കണ്ടപ്പോ ഞാൻ വല്ലാണ്ടായി. എന്നോട് സ്നേഹമുള്ള ഒരാളാണെന്ന് മനസ്സിലായതിനു ശേഷമെങ്കിലും ഞാൻ അമ്മണിക്കുട്ടിയോട് സത്യം പറയേണ്ടതായിരുന്നു. പലപ്പോഴും പറഞ്ഞാലോ എന്ന് ആലോചിച്ചതാണ്. പക്ഷേ എന്റെ ചെറിയ മനസ്സ് എനിക്കതിനുള്ള ആത്മധൈര്യം തന്നില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോ എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നുന്നു. അപ്പു, എന്താ അപ്പു ഇത്? കൊച്ചു കുട്ടികളെ പോലെ. അപ്പു, കരയല്ല വേണ്ടത്. ജീവിതത്തിൽ ഒരു വാശിയൊക്കെ വേണം. ഇത്രയും കഴിവുള്ള അപ്പുവിന് ആത്മാർത്ഥമായി ശ്രമിച്ചാൽ
ഒരു ജോലി കിട്ടുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. May I come in, sir? Yes, come in. പ്രഭാകരൻ സാർ തന്നതാ. KP അപ്പു നായർ. അപ്പു ഇതിനു മുമ്പ് എവിടെയാ ജോലി ചെയ്തത്? ടൈറ്റാനിയത്തിലായിരുന്നു. ഓഹോ. 2 വർഷം കളിച്ചു. ഏ ഏ അവരുടെ ഫുട്ബോൾ ടീമിലെ. ഓ. എന്നിട്ട് റെയിൽവേയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൽ ചിരട്ട തെറ്റി. എന്താ? കാലിന്റെ മുട്ടിന്റെ ചിരട്ട തെറ്റി. ഓ, അത് ശരി. അപ്പോ അപ്പുവിന് ഭാരിച്ച ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ദേഹാധ്വാനം ചെയ്യേണ്ട പണികളൊന്നും ഉണ്ടാവില്ലല്ലോ. ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയ ഇവിടെ നല്ല ജോലി ഉണ്ടാവും. അല്ല, ഞാൻ അക്കൗണ്ട്സും മറ്റും നോക്കിയാൽ മതിയാവൂലേ? അപ്പുവിന് ഈ അക്കൗണ്ട്സ് ഒക്കെ ശരിയാക്കാൻ അറിയൂ? പിന്നെ ഞാൻ കുറെ കാലം കിരൺ കെമിക്കൽസിൽ പാർട്ട് ടൈം അക്കൗണ്ടന്റായി ജോലി ചെയ്തിരുന്നു. ആ, വെരി ഗുഡ്. അപ്പൊ പിന്നെ പ്രശ്നമില്ല. എന്റെ ഈ ടാക്സും അതുപോലെയുള്ള മറ്റ് കാര്യങ്ങളും നോക്കാൻ ബുദ്ധിമുട്ടില്ല സാർ. അപ്പു എന്ത് ശമ്പളം പ്രതീക്ഷിക്കുന്നു? അങ്ങനെയൊന്നുമില്ല സാർ. എന്താ, ഒന്നും പ്രതീക്ഷിക്കുന്നില്ലേ? പറയൂ, പറയുന്നതിനിപ്പോ എന്താ? അല്ല സാറ് പറഞ്ഞോളൂ. അപ്പു എന്ത് പ്രതീക്ഷിക്കുന്നു എന്നറിയാലോ. ഒരു 1000 രൂപ. 1000 rupees. അപ്പുവിന് ഞാനൊരു 300 രൂപ തരും. ഞാനെന്നാ ജോയിൻ ചെയ്യാൻ വേണ്ട സാർ? എന്നായാലും വിരോധമില്ല. ഞാൻ ശനിയാഴ്ച, നാളെ ഞായറാഴ്ച, തിങ്കളാഴ്ച വരാം സാർ. ആയിക്കോട്ടെ. വരട്ടെ സാർ. താങ്ക് യു. ജോലി കിട്ടിയ വകയിൽ ഞാൻ എന്താ അമ്മണിക്കുട്ടിക്ക് വാങ്ങിച്ചു തരേണ്ടത്? എന്താ? ജോലി കിട്ടുന്നതിന് മുമ്പ് തന്നെ പ്രമോഷൻ കിട്ടിയെന്നും പറഞ്ഞ് അപ്പൊ ഒരിക്കൽ ചെലവ് ചെയ്തല്ലേ? അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റുമെന്ന് വിചാരിച്ച് എപ്പോഴും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കണം. ഇരിക്കും. ഞാനിവിടെ ആദ്യമായിട്ട് വരിക. ആണോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. என்ன சார் வேணும்? ராஜசேகரன் இல்லையாங்க? எந்த ராஜசேகரன்? வெயிட்டர் ராஜசேகரன் தெரியாதா உங்களுக்கு? அப்படி யாரும் இங்க இல்லையே சார். நீங்க புதுசா? ஆமா சார். அதான். അമ്മണിക്കുട്ടിക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? അപ്പൻ എന്താ വേണ്ടത്? അത് മതി എനിക്ക്. കട്ട്ലറ്റ് ആയാലോ? 2 മട്ടൻ കട്ട്ലറ്റ്. மட்டன் கட்லெட்டா? இது வெஜிடேரியன் ஹோட்டல் சார். எனக்கு தெரியாத அது வெயிட்டர் ஹோட்டல்னு நீ எனக்கு சொல்லி கொடுக்கணுமா? போய் കാട്ടുണ്ടാ? ശരി സാർ. ഞാൻ അവനെ ഒന്ന് വരാൻ വേണ്ടി പറഞ്ഞ. എനിക്ക് വെജിറ്റേറിയൻ ഇഷ്ടം. നാട്ടിൽ ചെന്ന പച്ചക്കറികളുടെ ഒരു ബഹള. അല്ല, ജോലി കിട്ടിയ വിവരത്തിന് വീട്ടിലേക്ക് എഴുതിയോ? ഇല്ല, എഴുതണം. ഓണത്തിന് മുമ്പ് എന്തായാലും നാട്ടിൽ പോണം. അമ്മയും കുട്ടി ഗുരുവായൂർക്ക് പോയി ഒരു വഴിപാട് കഴിക്കണം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനില്ല, കഷ്ടം. ആ അമ്പലക്കുളത്തിലെ കുളിയും അമ്മ വിളമ്പത്തിരുന്ന ആഹാരത്തിന് രുചിയും എനിക്ക് വലിയ ദൗർബല്യ. അമ്മയ്ക്ക് ഇപ്പോഴും ഞാൻ കൊച്ചു കുട്ടിയാണെന്നാ. പോരുമ്പോ ഒരു ലോഡ് സാധനങ്ങളാ തന്നേക്ക. കാച്ചിയ എണ്ണ, അച്ചാറ്, കടുമാങ്ങ, ചക്ക വരട്ടിയത്, പപ്പടം, അത് ഇത് എന്ന് വേണ്ട ഞാൻ പറഞ്ഞില്ലേ. എല്ലാം കഴിഞ്ഞ് പോരാൻ നേരത്ത് അമ്മ കെട്ടിപ്പിടിച്ചൊരു കരച്ചിലുണ്ട്. അത് കാണുമ്പോ പിന്നെ വീട്ടിൽ നിന്ന് പോരാനേ തോന്നൂല.
എന്താ അമ്മണിക്കുട്ടി? ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്. ഇന്നാളും നാട്ടിലെ കാര്യങ്ങൾ പറഞ്ഞപ്പോ അമ്മണിക്കുട്ടിയുടെ മുഖം വാടി ഇല്ലേ? ഒന്നുമില്ല. എന്തായാലും പറയൂ, എന്നോടല്ലേ? ഒന്നുമില്ല അപ്പു. അമ്മണിക്കുട്ടിയുടെ സ്വന്തം കാര്യം എന്നോട് പറയാൻ ഞാനാ അല്ലേ? സോറി. എന്നെപ്പറ്റി ഞാൻ ആരോടും പറയാറില്ല അപ്പു. എന്തിനാ മറ്റുള്ളവരെ കൂടി വിഷമിപ്പിക്കുന്നത്? എന്ത് കാര്യമായാലും ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ മനസ്സിന് ഇത്തിരി ആശ്വാസം കിട്ടൂലേ? എന്നും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഒരിക്കലും അച്ഛനും അമ്മയും തമ്മിൽ സന്തോഷമായിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പനറിയോ, നാടും വീടും അമ്പലക്കുളവും ഒക്കെ എനിക്കും ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെയൊക്കെ ആഗ്രഹം മനസമാധാനത്തോടെ ജീവിക്കാന്നുള്ളതല്ലേ. അതവിടെ കിട്ടില്ല എന്ന് കൂട്ടിക്കൊള്ളൂ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. താനെന്ന് മനുഷ്യനെ കുറഞ്ഞു കളിപ്പിക്കുക. പണം വാങ്ങാതെ തന്റെ പടത്തിൽ അഭിനയിച്ചതാ ഞാൻ ചെയ്ത ആദ്യത്തെ തെറ്റ്. പിന്നെ ചോദിച്ചതും പറഞ്ഞു പടം പാതിയാവട്ടെ എന്ന്. പടം പാതിയായി, മുഴുവനായി, റിലീസുമായി. എന്നിട്ട് എവിടെ? താനെന്തൊന്നും മിണ്ടാത്ത്? നാം ഇറങ്ങിപ്പോയോ? എന്തെങ്കിലും പറയണം മിസ്റ്റർ. തനിക്ക് തരാൻ പറ്റില്ലെങ്കിൽ അത് പറ. വാങ്ങാനുള്ള വഴി എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ അതൊരു ഓർമ്മപ്പശു പറ്റിയതാണെന്ന്. അത് ഓർമ്മിപ്പിക്കാനാ ഞാൻ വന്നത്. 1 സെക്കൻഡ്. ആ അപ്പു, വരൂ വരൂ. എന്റെ പുതിയ മാനേജർ കം അക്കൗണ്ടന്റ് മിസ്റ്റർ KP അപ്പു നായർ. നമസ്കാരം. ഹലോ. മിസ്റ്റർ അപ്പുവിന് മനസ്സിലായി കാണുമല്ലോ, സുപ്രസിദ്ധ സിനിമാ താരം. അറിയാം. ആ അതാ. അപ്പു ഇരിക്കൂ. ഇനി ഒരു പ്രശ്നവുമില്ല. അപ്പു ഉണ്ടല്ലോ, 16th ഒരു ചെക്ക് വരും. 16th, 17th, 18th. എന്താ അപ്പു? 19th ഞാനില്ലെങ്കിലും അപ്പു ചെക്കോ ക്യാഷോ എന്താ വേണമെന്ന് കൊടുത്തോളൂ. ഒരു കാര്യം ചെയ്യും, 19th അത് വാങ്ങിക്കോളൂ. എന്താ അപ്പു? ആയിക്കോട്ടെ. ആ, അടുത്ത മാസം 13 മുതൽ 23 വരെ മറ്റാർക്കും കോൾ ഷീറ്റ് കൊടുക്കും. അതിന്റെ അഡ്വാൻസ് അതിന്റെ അടുത്ത ദിവസം വാങ്ങിക്കോളൂ. എന്താ അപ്പു? ഓ, ആ അങ്ങനെ വേട്ടെ. ആ 19th ഇവിടെ ഉണ്ടാവില്ലേ? പിന്നെ ഇനി എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞാൽ മതി. ആ ഓക്കെ, ബൈ. എന്താ പേടിച്ചു പോയോ? ഏയ് ഇല്ല. ഹലോ ഹലോ, ആരാ? ഇല്ലല്ലോ, പുറത്തു പോയിരിക്ക. വരുമ്പോ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ഓക്കെ, താങ്ക് യു. ആ, ഇതൊക്കെയാണ് ഇവിടത്തെ ഒരു കളി. അപ്പു എന്റെ അക്കൗണ്ടന്റ് മാത്രമല്ല, മാനേജർ കൂടിയാണ്. മാനേജ്മെന്റിലാണ് അപ്പു കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പല പല അഡ്ജസ്റ്റ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ ചെക്ക് കൊടുക്കും, ആ ചെക്ക് തിരിച്ചു വരും. ആളുകൾ നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും, ചിലരെ അന്വേഷിച്ച് നമ്മൾ അങ്ങോട്ട് പോകും. ചുരുക്കി പറഞ്ഞാൽ മനോധർമ്മം അനുസരിച്ച് കൈകാര്യം ചെയ്യേണ്ട പല പല സംഗതികളും ഉണ്ട് എന്നർത്ഥം. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല സാർ. ഇതിലൊക്കെ മുൻപരിചയമുണ്ടോ? അതില്ല. പിന്നെങ്ങനെയാ? ജന്മനാലുള്ള കഴിവാ? അതല്ല ഞാൻ പറഞ്ഞത്, ബുദ്ധിപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും
എന്നുള്ള അർത്ഥത്തിലാണ്. അത് ശരി. തലച്ചോറുണ്ടെങ്കിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയും. ഉം? ഉം. ആ